നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഛത്തീസ്ഗഡിലെ സർക്കാർ ഈ സിസ്റ്റേഴ്സിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇന്നലെ രാവിലെ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു. പിന്നീട് ആ കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്ത് എന്ന് അവിടെയുണ്ടായിരുന്ന ഇരിക്കൂർ MLA-യും അങ്കമാലി MLA-യും അവര് എന്നോട് തത്സമയം വിവരിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിന്റെ ഈ കിരാതത്വം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേസിന് ആസ്പദമായ ബജരംഗ് ദളിന്റെ വക്കീല് പറഞ്ഞു, ഇത് NIA കോടതിയിൽ പോകേണ്ട കേസാണ്, ഇത് മനുഷ്യക്കടത്താണ് എന്ന് വാദിച്ചു. നമ്മൾ ന്യായമായും വിചാരിച്ചു സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർ എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കുമെന്ന്. പക്ഷേ സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർ എഴുന്നേറ്റ് നിന്ന് ഈ ബജരംഗ് ദളിന്റെ വാദത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സ്വരമാണുള്ളത് എന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും വ്യക്തമായ ഭാഷയിൽ പറയുകയും ചെയ്യുന്നത്, ഇരയോടൊത്തോടുകയും വേട്ടക്കാരനോടൊത്ത് വേട്ടയാടുകയും ചെയ്യുന്ന ഈ കിരാതത്വം തിരിച്ചറിയാൻ പോരുന്ന ആൾതാമസം ഞങ്ങളുടെ തലയ്ക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിൺവാക്കുകൾ കേട്ട് ഞങ്ങൾ സമാധാനപ്പെടുന്നില്ല. ഞങ്ങളുടെ സഹോദരിമാരെ പുറത്തിറക്കുന്നത് വരെയും വിശ്രമമില്ലാതെ സമരമുഖത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം തിരിച്ചറിയേണ്ട ചില സങ്കടകരമായ സത്യങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ മതേതരത്വം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്? എല്ലാ മതവിശ്വാസികൾക്കും ഈ രാജ്യത്ത് തുല്യമായ അവകാശങ്ങളുണ്ട് എന്നാണ്.